ഓക്കെ. അപ്പൊ നമ്മുടെ റീസെന്റ് വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ആട് ജീവിതത്തിന്റെ ട്രെയിലറൊക്കെ വന്നു. ഓൾറെഡി അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് എല്ലാവരും. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിനകത്ത് എന്താ പറയുക ഏറ്റെടുത്ത് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിനെ കണ്ടിട്ട് മനസ്സിലാവുന്ന കൂടിയില്ല എന്നുള്ളതാണ്. ഈവൻ അമല പോൾ ആയാലും ലാസ്റ്റ് ആ ഒരു പ്രസ് മീറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജിനെ കണ്ടിട്ട് മനസ്സിലായില്ല എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മേക്ക് ഓവറിന്റെ ബിഹൈൻഡിൽ ഇറ്റ്സ് യു. എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മളൊരു സാധാരണ സിനിമ ചെയ്യുന്ന പോലെ ഒരു ഒരു 3-4 മാസം മുമ്പ് ഡിസ്കഷൻ നടക്കുക, അതിൻ്റെ ലുക്ക് ടെസ്റ്റ് എടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ. അതിൽ മാക്സിമം പോയാലും ഒരു വർഷം മുമ്പൊക്കെ ആയിരിക്കും നമുക്ക് നമ്മുടെ അടുത്തൊക്കെ ഒരു സ്ക്രിപ്റ്റ് പറയുന്നത്, ഈ പറഞ്ഞ ഇങ്ങനെ ഒരു സിനിമയുണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ. ഇത് പക്ഷേ നമുക്ക് ഈ പറഞ്ഞില്ല, അതിൻ്റെ അവസ്ഥ അറിയില്ല. 2008 മുതൽ ഈ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ തുടങ്ങി, സ്ക്രിപ്റ്റ് വർക്ക് തുടങ്ങി ഒക്കെ രാജുവായിട്ട് സംസാരിക്കുക. ആ സമയത്തൊക്കെ ഞാൻ ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യുന്നത് കാഴ്ച എന്ന സിനിമയാണ്. ബ്ലെസ് സാറിൻ്റെ ഫസ്റ്റ് മൂവി തന്നെയാണ് എൻ്റെ ഇൻഡിവിജ്വൽ ഫിലിം. അപ്പോൾ ആ കാലം മുതൽ അതിനു മുമ്പും ഈ സാറിൻ്റെ കൂടെ അസോസിയേറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത്രയും കാലത്തൊരു ബന്ധം സാറായിട്ടുണ്ട്. അപ്പോൾ ഈ കാഴ്ച മുതൽ ഇപ്പോൾ ഈ ആടുജീവിതം വരെയുള്ള എല്ലാ സിനിമകളും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ഞങ്ങളുടെയൊക്കെ ഒരു ബന്ധം വെച്ചിട്ട് നമ്മളൊരു സിനിമ വർക്ക് ചെയ്യുമ്പോൾ സാറിൻ്റെ മനസ്സിലുള്ള പല സ്ക്രിപ്റ്റുകളും ഇനി തുടങ്ങാൻ പോകുന്നതും അതല്ലാതെ തന്നെ ചെറിയ ത്രെഡൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് ഇപ്പോൾ കാഴ്ച അടക്കുമ്പോൾ തന്നെ പടങ്ങിനെക്കുറിച്ചും തന്മാത്രയെക്കുറിച്ചൊക്കെ സാറ് പറയുമായിരുന്നു. പക്ഷേ ഈ സിനിമ 2008 ഈ നോവൽ സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ സാറ് 1-2 സിനിമ ചെയ്തിട്ടുള്ളൂ, പ്രണയവും അതുപോലെ കളിമണ്ണ്. അപ്പോൾ അങ്ങനെ സിനിമകൾ കുറഞ്ഞതോടുകൂടി പിന്നെ ഇതിൻ്റെ ഡിസ്കഷനൊക്കെ കുറഞ്ഞു. സാറായിട്ടുള്ള മീറ്റിങ്ങും കുറവായിരുന്നു. കാര്യം എനിക്കും കുറച്ച് തിരക്കായിട്ട് ഞാനും പല സിനിമകളിലോട്ട് പോയി. പക്ഷെ എന്നാലും നമുക്ക് ഇപ്പം ഞാനാണ് സിനിമ ചെയ്യുന്നത് എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാര്യം അങ്ങനെ ഒരു മൾട്ടി ലാംഗ്വേജ് അല്ലെങ്കിൽ വലിയൊരു സിനിമ, അതായത് നമ്മൾ ആ സമയത്തൊക്കെ പറഞ്ഞു ഇപ്പോൾ വലിയ സിനിമ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ആ 2008-2009 ഇതുപോലത്തെ ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ഒരുപാട് ദേശീയ അവാർഡ് മേടിച്ചു, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ടെക്നീഷ്യന്മാരും അങ്ങനെയാണ് ആദ്യം ആലോചിച്ചിരുന്നത്. പിന്നെ എന്തുകൊണ്ടോ അത് ഞാനാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തീരുമാനമാവണത് ഒരു 2012 അതുവരെ സാറായിട്ട് വേറെ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും. പക്ഷേ ആ സമയം മുതൽ നമ്മളിതിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഷൂട്ട് തുടങ്ങുന്നവരെ അതായത് ഒരു 6-7 വർഷം നമുക്ക് ഇതിനു വേണ്ടി ഒരു തയ്യാറെടുപ്പുകൾ ചെയ്യാൻ പറ്റി. ലുക്ക് ടെസ്റ്റ് ആയിക്കോട്ടെ, പല ഡിസ്കഷൻ ആയിക്കോട്ടെ, അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പോൾ ലുക്ക് ടെസ്റ്റ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. കാര്യം ഈ റിയൽ നജീബ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും ഒരു പിടുത്തമില്ല. ഇപ്പോൾ തന്നെ നമ്മൾ ഓഡിയോ ലോഞ്ചിന് നജീബ് ഉണ്ടെങ്കിലും ഈ അവസ്ഥയിലായിരിക്കില്ല അദ്ദേഹം ഈ പറയുന്ന 3 വർഷം. അപ്പോൾ അത് നമുക്ക് അന്നൊരു ഫോട്ടോഗ്രാഫ് കിട്ടാനോ അല്ലെങ്കിൽ അയാളുടെ രൂപം എങ്ങനെയാണെന്നുള്ളതൊന്നും ആർക്കറിയില്ല. ആരും നമുക്കൊരു റെഫറൻസ് എടുക്കാനും പറ്റില്ല. ഇപ്പോൾ സാറ് പറഞ്ഞു അത് നോക്കണ്ട, നമുക്ക് നമ്മുടെ നജീബിനെ എങ്ങനെയാക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരുപാട് ലുക്ക് ടെസ്റ്റ് പറഞ്ഞ പോലെ രാജൻ്റെ വീട്ടിലും അല്ലാതെയുള്ള നമ്മൾ ഇവിടെ പല ഹോട്ടലിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ ചെയ്യുമ്പോഴും നമ്മൾ പറയാമല്ലോ ഇതിങ്ങനെയല്ല, കുറച്ചുകൂടി ബെറ്റർ ആക്കണം, അങ്ങനെ ഒരു സമയം നമുക്ക് കിട്ടി. അതൊരു വലിയ കാര്യം തന്നെ. അത് എനിക്ക് എന്നെ സംബന്ധിച്ച് അത് വളരെ വലിയ കാര്യം തന്നെയാണ്. കാര്യം ഇല്ലെങ്കിൽ നമ്മളത് ഇപ്പോൾ സാറായതുകൊണ്ട് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഷൂട്ട് ചെയ്യില്ല, എന്നാൽ പോലും നമുക്കൊരു കോൺഫിഡൻസ് ആവും ഷൂട്ടിന് മുമ്പ് തന്നെ. അതായത് ഇത് മതി, ഇതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളൊരു എത്താൻ പറ്റും നമുക്ക്. അത് മാത്രമല്ല എനിക്കൊന്ന് ലൈക്ക് ഗ്രാജുവലി വരുന്ന ഒരു ചേഞ്ചാണ് ആ സിനിമയിൽ ത്രൂ ഔട്ട്. തുടങ്ങുന്നതല്ല അവസാനിക്കുമ്പോൾ നിൽക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അതും കുറച്ചും കൂടി നമ്മൾ വളരെയധികം സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു പ്രോസസ്സായിരുന്നു അല്ലേ? അതെ. ഓക്കെ. അത് എത്രത്തോളം അതിന് എഫേർട്ട് എടുത്തിട്ടുണ്ട് ചേട്ടൻ? അല്ല, അത് നമ്മൾ ശരിക്കും ഞങ്ങളുടെ പ്ലാനിങ് ഒക്കെ ഈ കോവിഡ് സമയത്ത് തെറ്റി. എല്ലാ ഷെഡ്യൂളും മാറി മറിഞ്ഞു. നമ്മൾ നാട്ടിലൊരു പോർഷൻ, അത് കഴിഞ്ഞ് നജീബ് അവിടെ മരുഭൂമിയിലേക്ക് പോകുന്നു. അപ്പോൾ അവിടുത്തെ ഒരു 2 ആഴ്ച, പിന്നെ അത് കഴിഞ്ഞ് ഓരോ വർഷങ്ങൾ കഴിയുമല്ലോ. അപ്പം നമ്മളിത് റിവേഴ്സ് ഷൂട്ട് ചെയ്യാനും അല്ലെങ്കിൽ പല രീതിയിൽ ചിന്തിച്ചു. നമ്മുടെ ഷെഡ്യൂൾ അങ്ങനെ പ്ലാൻ ചെയ്തത്. അതായത് ഇദ്ദേഹത്തിൻ്റെ വണ്ണം കുറയുന്നതനുസരിച്ച്, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ അത്രയും മെലിഞ്ഞിട്ട് അവിടെ പോയിട്ട് ഈ ലാസ്റ്റ് പോർഷൻ ഷൂട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് റിവേഴ്സ് വരുമ്പോഴേക്കും അത്യാവശ്യം പുള്ളി ഭക്ഷണം കഴിച്ച് വണ്ണം വയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് ആ ചേഞ്ചസ് വരുത്താനുള്ള പല വലിയ പ്ലാനിങ്ങിലാണ് പോയിരുന്നത്. പക്ഷേ നമ്മളെ ജോർദാനിൽ ചെന്നില്ല, ആ ലോക്ക്ഡൗൺ ആയി, ഷെഡ്യൂളും പോയി. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായി. കാര്യം ഇതെല്ലാം നമ്മൾ റീക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ പറയുന്ന പോലെ അദ്ദേഹം മെലിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കണം. അത് മാത്രമല്ല പൃഥ്വിൻ്റെ ആ ഒരു ബോഡി ഫോർമേഷൻ, അതായത് ഒത്തിരി മെലിഞ്ഞിട്ടുള്ളത് എനിക്കൊന്ന് ഏറ്റവും അടുത്ത് കണ്ടത് ചേട്ടനായിരിക്കും. അതെ. ഈ ശരീരം മെലിയുക മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ സിനിമയിൽ കാണുമ്പോഴത് മനസ്സിലാവുള്ളൂ. അതായത് ഓൾറെഡി ഡയറ്റാണ്, അത്യാവശ്യം ഒരു വാട്ടർ ഒന്നും കഴിക്കുന്നില്ല. നമുക്ക് കണ്ടറിയാമല്ലോ. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ തിരിഞ്ഞെന്ന് കഴിക്കുള്ളൂ. രാജ്യം എവിടെയെങ്കിലും ഒരു ടെൻറ്റിൻ്റെ സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ കണ്ടറിയാമോ, നമ്മുടെ ഫുൾ ക്രൂ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. കാര്യം അദ്ദേഹത്തിന് മുഖത്ത് കഴിക്കാനും പറ്റില്ല.
അപ്പോൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്തുണ്ട് കുറച്ച് നമുക്കതൊരു സസ്പെൻസാണ്, അങ്ങനെയുള്ള സീക്വൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ആ സീക്വൻസ് ഒക്കെ നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ ഷൂട്ട് ചെയ്തതിന് മുമ്പ് ഞങ്ങൾ മേക്കപ്പ് റൂമിൽ ഇത് ഡെയിലി കാണുന്ന, അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ.